ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരത്തെ പറഞ്ഞ വാഗ്ദാനം KSRTC ബസ്സിൽ സമ്പൂർണവും സാർവത്രികവുമായി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ടൂറിന് പോകാം, തീർത്ഥാടനത്തിന് പോകാം, KSRTC എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സൗജന്യമായി യാത്ര ചെയ്യാം. ഇത് വീടുകളിലെത്തി വാഗ്ദാന പത്രിക നൽകിക്കൊണ്ട് വാഗ്ദാനം പറയുകയായിരുന്നു പരസ്യമായി. എന്നാൽ വി.ഡി. സതീശൻ ഇപ്പോൾ പറയുന്നത് ഇതെങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് ആദ്യം ഒന്ന് കേൾക്കാം. ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. KSRTC വരുന്ന 6 മാസത്തിനുള്ളിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങൾ ആരായണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നോ തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം നൽകിയിരുന്നത്? എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തെ സ്ത്രീകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശനും UDFും പറഞ്ഞിരുന്നത്? വി.ഡി. സതീശൻ്റെ തന്നെ വാക്കുകൾ കേൾക്കാം. അന്നത്തെ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു രാഹുൽ ഗാന്ധി ഒരു ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. സ്റ്റേറ്റ് വൈഡായിട്ട് ഇങ്ങനെ നമ്മൾ പ്രചരണം നടത്തുക വീടുകൾക്ക്. ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ മാസം ധനസഹായം കൊടുക്കുക. അവർ പഠിച്ച് നല്ല നിലയിലെത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മൂന്നാമത് ചെറുപ്പക്കാർക്ക് സംരംഭം തുടങ്ങാൻ 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ തുടങ്ങുക. നാസർ കൊളായി, KSRTC ബസ് എവിടെയൊക്കെ പോകാമോ അവിടെയൊക്കെ പോകും. അപ്പോൾ ഓർഡിനറി ഇനി ഹിമാലയത്തിലേക്ക് കൂടി സർവീസ് നടത്തേണ്ടതുണ്ട്, ഓർഡിനറി ബസ്സുകൾ. നാസർ കൊളായി, ഇവിടെ കാണുന്നൊരു കാര്യം, ഈ വാഗ്ദാനം പറഞ്ഞു, അപ്പോൾ അത് പാലിക്കുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തുടക്കം എന്ന അർത്ഥത്തിൽ ഈ കാര്യത്തെ കണ്ടൂടെ? ആദ്യ ഓർഡിനറിയിൽ ഇത് തുടക്കവും ഒടുക്കവും ഓർഡിനറിയിൽ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു സാധനമുണ്ട്. വി.ഡി. സതീശന്റെ ഒരു പ്രത്യേക ശൈലിയിലുള്ള സംസാരമുണ്ട്. 10 മിനിറ്റ് കൊണ്ട് മുനമ്പം ഞാൻ തീർക്കും. ഓർക്കുന്നുണ്ടോ ശൈലി? 10 മിനിറ്റ് കൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കാൻ എന്റെ കയ്യിൽ മാർഗമുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് 10 ദിവസവും കഴിഞ്ഞ് മാസങ്ങളിലേക്ക് അടുക്കാണ്. മുനമ്പം വിഷയം തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചോദിക്കുന്നില്ല, ഇപ്പൊ മുനമ്പം വിഷയം നിങ്ങൾക്ക് തീർക്കാൻ കഴിയുന്നുണ്ടോ? വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം എന്തും പറയാം. നുണേഷന് വെറുതെ വിളിച്ചല്ല അദ്ദേഹത്തെ, പച്ച നുണ പറയാം. അധികാരത്തിലേറുന്നതിന് മുമ്പ് നുണകൾ മാത്രം പറഞ്ഞിരുന്ന മനുഷ്യൻ ഇന്ന് അദ്ദേഹത്തിൽ നിന്ന് അത് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രതിപക്ഷ നേതാവായിരുന്നത് വി.ഡി. സതീശനാണ്. ഇപ്പൊ വടശ്ശേരി ദാമോദരമേനോൻ സതീശനാണ്. മാറ്റങ്ങളുണ്ട്. ഈ KSRTC ബസ്സിൽ നിങ്ങളിപ്പോ കാണിച്ചിട്ടുള്ള രംഗം വി.ഡി. സതീശൻ പറയുന്നത് ഓർക്കുന്നുണ്ടോ? പിഷാരടിയും KC വേണുഗോപാലും സഞ്ചരിക്കുന്ന KSRTC ബസ്സിൽ കയറി അതിലെ യാത്രക്കാരോട് പറയുന്നുണ്ട്, ഞങ്ങളിപ്പോ ഈ ബസ്സിൽ കയറിയത് എന്തിനാണ്? നിങ്ങൾ ഈ യാത്ര ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൗജന്യമായി നൽകുന്നതിന് വേണ്ടിയാണ്. ഇവര് നേരിട്ട് പറഞ്ഞാണ്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന പ്രകടന പത്രിക ആളുകളുടെ കയ്യിൽ കൊടുത്തയച്ച് കോൺഗ്രസിന്റെ പ്രതിനിധികൾ പറഞ്ഞതല്ല. KC വേണുഗോപാലും പിഷാരടിയും അതുപോലെ തന്നെ വി.ഡി. സതീശനും നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞതാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഇപ്പൊ എന്റെ ഭാര്യയൊക്കെ യാത്ര പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞങ്ങളൊക്കെ പോകാൻ പോവാണ്, കൂട്ടത്തോടു കൂടി പോകാൻ പോവാണെന്ന് പറഞ്ഞു. ബസ് കയറിയല്ലോ 15 കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ അണ്ണം തരും, പണം അണ്ണം തരും എന്ന് പറഞ്ഞപ്പോ കണ്ടക്ടർ പറഞ്ഞ അണ്ണം തന്നാ പറ്റില്ല, നിങ്ങൾ തന്നെ തന്നാലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തൊരു വാഗ്ദാന ലംഘന നടത്തുന്നത്. ഓർഡിനറി ബസ് എന്ന് പറഞ്ഞ ഒരു പ്രയോഗം നടത്തിയിരുന്നു KSRTCയിൽ. അങ്ങനെ ഒരു പ്രയോഗം നടത്തിയില്ല. ഇനി ഓർഡിനറി എന്ന പ്രയോഗം നടത്തുകയാണെങ്കിൽ മലബാറിൽ, ഞാൻ ഇപ്പൊ മലബാറിലാണ്, തീരെയില്ല. ഇന്നലെ പത്രക്കാർ ചോദിച്ചല്ലോ, ഇന്ന് ഉച്ചക്ക് ഒരു സമയത്ത് പത്രസമ്മേളന സമയത്ത് പത്രക്കാർ ചോദിച്ചു.
ഷീജ ചോദിച്ചു, ഷീജയോടൊപ്പം മറ്റുള്ളവരും കൂടി അവിടെ പിന്നെ ശരിക്കും സതീശൻ പെട്ടു. അല്ലെങ്കിൽ പറയും നിങ്ങളുടെ കൈരളിയോട് എനിക്ക് മറുപടി അറിയാൻ സൗകര്യമില്ല എന്നിട്ടും എന്നൊക്കെ പറയാം. തട്ടിക്കേറി 4 ചോദ്യം ചോദിച്ചു കൈരളി ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കറി. കൈരളി അതെ, ആക്രമിക്കാൻ ശ്രമിച്ചു. 4 ചോദ്യത്തിന് ലിമിറ്റ് ഉണ്ടോ? പത്രക്കാരോട് പിന്നെ പിന്നെ കടക്ക് പുറത്ത് എന്നാ പിണറായി വിജയൻ ഇവരിപ്പോ പറയുന്നത് എന്താണ്? പുറത്ത് കടക്ക്, എല്ലാം തലതിരിച്ചിട്ടാ മതിയല്ലോ, ഒരു കുഴപ്പമില്ല. ഈ മലപ്പുറം ജില്ലയിൽ 28% KSRTC ബസ്സുകളുള്ളത്. എല്ലാ ബസ്സും കൂടിയിട്ട് 28% മലപ്പുറം ജില്ലയിൽ. മലബാറിലും ഏകദേശം അങ്ങനെയാണ്. ഇപ്പൊ വയനാട് ദേശാൽക്കരണം ഉള്ളതുകൊണ്ട് കുറെയൊക്കെ ഉണ്ട്, എന്നാലും വളരെ കുറവ്. അതിൽ തന്നെ ഓർഡിനറി തെരഞ്ഞെടുക്കുമ്പോൾ ആർക്കാണ്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയിരുന്നത്? ഓർഡിനറി ബസ്സിൽ മാത്രമാണ് ഞങ്ങൾ ഇത് നടത്തുമെന്നാണ്. ഇപ്പൊ ആദ്യത്തെ സ്റ്റെപ്പാന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇവർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വാഗ്ദാനങ്ങൾ ഇവർ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, മുനമ്പം അടക്കമുള്ള വിഷയങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അതൊന്നും ഇപ്പൊ നടപ്പിലാക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഈ ചിന്തിക്കാൻ പോലും ഇവർക്ക് കഴിയും. കുട്ടികളുടെ ഈ മോഡേൺ മീൻസ് പുതുതലമുറയ്ക്ക് വേണ്ടി എന്താണ് ഈ വാഹനങ്ങളിലെ രൂപമാറ്റം, ഇത് അടക്കം അടിസ്ഥാന ഇന്ന് തന്നെ അദ്ദേഹം നടത്തിയ ഒരു വർത്തമാനം, അത് പ്രാദേശിക തലത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെയൊക്കെ ഒരു മാധ്യമ പരിചയം വെച്ച് പോലും, കാരണം ഈ പ്രാദേശിക തലത്തിൽ പോലും പൊതുപ്രവർത്തനം നടത്തുന്നവർ പറയാത്തത്ര. കാരണം ഈ ട്രഷറിയെ സംബന്ധിച്ച് KN ബാലഗോപാലും തോമസ് ഐസക്കും പറഞ്ഞ കാര്യം, അതായത് നമ്മുടെ ട്രഷറി മറ്റ് ട്രഷറികളിൽ നിന്ന് വ്യത്യസ്തമാണ്, അതിനൊരു സേവിങ് ബാങ്ക് സ്വഭാവം കൂടിയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഡാറ്റയും പുറത്തു പോകുന്നത് തെറ്റാണ്, ധനവകുപ്പുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ പുറത്തു പോകുന്നത് തെറ്റാണ്, അങ്ങനെ പുറത്ത് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ശരിയല്ല, ധനവകുപ്പാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഇന്ന് അതേ കാര്യത്തെ VD സതീശൻ വളച്ചൊടിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ 6000 ശിഷ്ടം രൂപ ക്യാഷ് ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞത് രഹസ്യം പറയലല്ലേ എന്ന അർത്ഥത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അതൊരു വിദ്യാർത്ഥി തലത്തിലുള്ള നേതാവ് പോലും അങ്ങനെ പറയും. മീൻസ് വിദ്യാർത്ഥി തലം കുറച്ച് കാണുന്നതല്ല, ആ പരിചയക്കുറവുണ്ട് പറയും. വന്നിട്ട് തന്നെ ഒരു മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ വളച്ചൊടിക്കാനാകുന്ന, ഇങ്ങനെ അപക്വമായ സംസാരിക്കാനാകുന്ന, അതും ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ, അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ വിഷയത്തിൽ മാത്രം ഞാൻ പറഞ്ഞതാണ്. നാസർ കോളായി, അതെ, വിദ്യാർത്ഥി എന്നുള്ളത് നമുക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന് തിരുത്താം. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി പോലും പറയാത്ത കാര്യത്തിന്റെ രൂപത്തിലാണ് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ മോഡിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടില് ജെൻസി, നമ്മളിപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്കുകൾ പരിശോധിച്ചു, ആരുടെയൊക്കെ വോട്ടുകൾ എങ്ങനെയൊക്കെ കിട്ടാതെ പോയി, എവിടെയൊക്കെ കിട്ടി, എന്തൊക്കെയായിരുന്നു അതിന്റെ നിലപാടുകൾ എന്ന് പരിശോധിച്ചപ്പോൾ ജെൻസികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ഈ വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ വരുത്താൻ സമ്മതിക്കും. എന്താ മോഡിഫിക്കേഷൻ വരുത്തിയാൽ? അങ്ങനെ മോഡിഫിക്കേഷൻ വരുത്തുകൊണ്ട് കുഴപ്പമുണ്ടോ? അപ്പൊ അവരുടെ ഹീറോ ആയി മാറി VD സതീശൻ. ആ വകുപ്പിൽ തന്നെ ഇഷ്ടം പോലെ ആ ഒരൊറ്റ കാര്യം കൊണ്ട് ജെൻസി വിഭാഗത്തിന്റെ നന്നായി വോട്ട് കിട്ടി. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, ആ പ്രസ്താവന VD സതീശൻ നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് ഈ പുതിയ തലമുറയിൽപ്പെട്ട നമ്മൾ ജെൻസികൾ എന്ന് വിളിക്കുന്നവരുടെ വലിയ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ പൂച്ചെണ്ടുകളുടെ ഘോഷയാത്രയായിരുന്നു. ഇപ്പൊ എന്തായി? മോഡിഫിക്കേഷൻ, നിങ്ങൾക്ക് കാറിന്റെ സ്റ്റാരിങ് കവറിടാ, സീറ്റിന്റെ കവറിടാ, സൈഡ് മിറർ വെക്കാം, എങ്ങനെയുണ്ട്? പരിഹസിക്കുകയല്ല, പുച്ഛിക്ക് അല്ലേ ജനങ്ങൾ ചെയ്യുന്ന, ജനങ്ങളെ വിഡ്ഢികളാക്കിയല്ലേ, ആ പുതിയ തലമുറയെ വിഡ്ഢികളാക്കിയപ്പോ പൂരത്തെറി അവര് ഇതേ പേജിൽ വന്ന് പറഞ്ഞില്ലേ. ഇപ്പോ ദേശീയപാത, ആ ദേശീയപാതയിൽ എന്തായിരുന്നു VD സതീശന്റെ വെല്ലുവിളി? ആ ദേശീയപാതയിലൂടെ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല, ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റില്ല. ബൈക്കുകാരും ഓട്ടോറിക്ഷക്കാരും ഒക്കെ ടാക്സ് അടച്ചിട്ടല്ലേ ഓടുന്നത്? അത് ആ ഒരു വിഭാഗത്തിന്റെ പിന്തുണ പെട്ടെന്ന് കയ്യടി കിട്ടും. എന്താ ബൈക്ക് ഓടിച്ചാൽ? ഞാനിപ്പോ കണ്ടു, ഈ മലബാർ ഭാഗത്തൊക്കെ ദേശീയപാതയിലൂടെ ഇഷ്ടംപോലെ ബൈക്കുകൾ ഓടുന്നു, അശ്രദ്ധമായി ബൈക്കുകൾ ഓടുന്നു, ഓട്ടോറിക്ഷ ഓടുന്നു, ട്രാക്ടറുകൾ ഓടുന്നു. ഇതിനൊക്കെ ദേശീയപാതയോട് ചേർന്നുള്ള അനുബന്ധ റോഡുണ്ട്, ആ റോഡിലൂടെ പോകാൻ പറ്റും. പക്ഷെ ഇതൊക്കെ കേട്ട് അന്ന് തന്നെ കുറെ ആളുകൾ സതീശൻ പറഞ്ഞാണ് ശരി, നിയമത്തെ ധിക്കരിക്കാനല്ലേ സതീശൻ അന്ന് ഓർഡർ ഇട്ടത്? ദേശീയപാത എന്ന് പറഞ്ഞാൽ വളരെ വേഗതയിൽ വാഹനങ്ങൾ പോകുന്ന റൂട്ടിലൂടെ ഇത്തരം ചെറിയ വാഹനങ്ങൾ പോയാൽ അപകടം ഉണ്ടാവും എന്ന് ഉറപ്പല്ലേ? അതിന് സമാന്തരമായ പാതയുണ്ട്. അപ്പൊ VD സതീശൻ പറഞ്ഞു, മോട്ടോർ സൈക്കിളും ഓട്ടോറിക്ഷയും ഒക്കെ ടാക്സ് അടച്ചിട്ടാണ് പോകുന്നത്, അവർക്ക് പോകാൻ പറ്റും. ഇന്നലെ RTOന്റെ ഉത്തരവ് വന്നല്ലോ, ഇന്നലെ ദേശീയപാത അതോറിറ്റിന്റെ ഉത്തരവ് വന്നല്ലോ. നാളെ മുതൽ അത് സിറ്റാറാണ്, ആരോടിയാലും പിടിക്കും, ക്യാമറ ഉണ്ട്. രക്ഷപ്പെടുത്തുവോ ഈ VD സതീശൻ? എന്തിനായിരുന്നു VD സതീശൻ ഇത് പറഞ്ഞത്? താൽക്കാലികമായി വോട്ട് കിട്ടണം, ആ വിഭാഗത്തിന്റെ വോട്ട് കിട്ടണം. ഓട്ടോറിക്ഷക്കാരുടെ, ബൈക്കിൽ ഓടുന്ന യുവജനങ്ങളാണ്, അവരുടെ വോട്ട് കിട്ടണം. വോട്ട് കിട്ടാൻ എന്ത് കള്ളത്തരവും പറയുന്ന VD സതീശനിൽ നിന്ന് നമ്മൾ ഈ ഓർഡിനറിയിൽ നിന്ന് ഒരടി മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഇത് നട്ടാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത് തന്നെ ജൂൺ 15 നടപ്പിലാക്കും, മെയ് 15 നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദം ഈ കാര്യത്തിൽ വന്നപ്പോഴാണല്ലോ. ഇപ്പൊ പറയാണ് 800 കോടിയോളം നഷ്ടം വരാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ 6 മാസം കൊണ്ട് ഇത് പഠിക്കട്ടെ
ഇത് പഠിക്കാതെയായിരുന്നു. ഇതിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ വ്യക്തമല്ലേ അജിംഷാദെ? ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഏർപ്പെടുത്തിയാൽ സാമ്പത്തികമായി എന്ത് തകർച്ചയുണ്ടാവും? KSRTC നഷ്ടത്തിലോടിക്കൊണ്ടിരുന്ന KSRTCയെ ഒരുവിധം നന്നാക്കി 2 കാലിൽ നിന്ന് നടക്കാവുന്ന രൂപത്തിൽ ഇടതുപക്ഷമാക്കി. പല മേഖലകളിലും അതിന് ലാഭങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു, അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. തീർച്ചയായും അങ്ങനെ അതെല്ലാം മെല്ലെ പൊളിയുന്ന തരത്തിലേക്കാണ്. കാരണം അദ്ദേഹം മുൻകൂർ ജാമ്യം എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട് 712 കോടി എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ 800 കോടിയോളം രൂപ ബാധ്യതയാകും എന്നൊക്കെയാണ് പറയുന്നത് ഈ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് തന്നെ. അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങും എന്ന ആശങ്ക ശരിവെക്കുന്ന തരത്തിലേക്കാണ്.